നമസ്കാരം, ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. ഇന്ന് മാർച്ച് മാസത്തിലെ വളർപ്പിറ പഞ്ചമി. ഇന്ന് പറയാൻ പോകുന്നത് എന്താച്ചാല്, പഞ്ചമി എപ്പോ തുടങ്ങി എപ്പോ വരേക്കും ഇരിക്കുന്നു, പഞ്ചമിയില് മെയിൻലി ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ചും. ഈ വഴിപാട് വന്നിട്ട് ഇന്ന് പഞ്ചമിയില് മുഴുനീളെ ചെയ്യാവുന്നതാണ്. ഇന്ന് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ വേറെ ദിവസം ചെയ്യുന്നവര് ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാവുന്നതാണ്. മാത്രമല്ല, രാത്രി 7 മണിക്ക് മേലെ 12 മണിക്കുള്ളിലുള്ള സമയത്തിനും ചെയ്യാവുന്നതാണ്. ഈ വഴിപാട് വന്നിട്ട് വരാഹി അമ്മയിൽ നിന്നും പരിപൂർണമായിട്ട് നമുക്ക് ഡയറക്റ്റ് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ബലസിദ്ധിക്ക് വേണ്ടിയുള്ളത്. ശരിയാ? എന്താണ് ആ വിഷയം എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ പഞ്ചമതിഥി ടൈമിങ്സ് പറയാം, നോട്ട് ചെയ്ത് വെച്ചോളൂ. വരാഹി അമ്മനോട് ഒത്തിരി വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവശ്യം നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എന്നത് വളരെ നല്ലത്. ഇത് വന്നിട്ട് മുഖ്യമായ ഒരു വിഷയം, അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഇനി വന്നോളൂ, വീഡിയോക്കുള്ളിലേക്ക് പോകാം. പഞ്ചമി ടൈമിങ്സ് നോക്കിക്കോളൂ. നേരത്തിലെ തുടങ്ങി 22/3/2026 ഞായറാഴ്ച രാത്രി 9:35 PM തുടങ്ങി ഇന്ന് തിങ്കളാഴ്ച 23-ാം തീയതി രാത്രി 9:27 PM വരെയാണ് പഞ്ചമി തിഥി ഇരിക്കുന്നത്. പഞ്ചമി ടൈമിങ്സ് ഞാൻ നിങ്ങൾക്ക് തെളിവായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ടൈമിങ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പേഴ്സണലി പഞ്ചമിയിൽ ചെയ്യുന്നത് മാതിരി ചെയ്തോളുക. ആസ് യൂഷ്വൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോസിൽ പറയുന്നത് മാതിരി പഞ്ചമിക്ക് ചെയ്യുന്ന പൂജ വഴിപാട് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശരിയാ? അത് മാത്രമല്ല, നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്ന ഈ ഒരു വഴിപാടും കൂടെ നിങ്ങൾ ചെയ്തോളുക. അത്രയ്ക്കും പവർഫുൾ ആയതാണ്. ഇത് വന്നിട്ട് അത്രയ്ക്കും മുഖ്യമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ പതിവായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത്. വരാഹി അമ്മനോട് ഡയറക്റ്റ് അമ്മനോട് അനുഗ്രഹം നമുക്ക് കിട്ടും എന്ന് ഐതിഹ്യം പറയുന്നത്. ശരിയാ? എനിക്ക് എന്റെ ഗുരുജി പകർന്നു തന്നതാണ്. ഇത് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല്, വരാഹി അമ്മനോട് എത്ര വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാല് ഈ ഒരു വിഷയം വന്നിട്ട് നിങ്ങൾക്ക് അളവില്ലാത്ത, അതായത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താനും പറ്റത്തില്ല. നമുക്ക് എത്ര രീതിക്കും ഇങ്ങനെ വന്നിട്ടേയിരിക്കും. ആ രീതിക്ക് വരാഹി അമ്മനോടെ ആശീർവാദം നിങ്ങൾക്ക് കിട്ടും. ഏത് വിഷയം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാലും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി വെற்றி. ദാറ്റ് മീൻസ് വിജയം നിങ്ങളുടെ പക്കൽ തന്നെ വന്നു ചേരുമെന്ന്. ശരിയാ? നിങ്ങൾക്ക് മാത്രം അത് സാധകമായി വന്നു ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ഗുരുജി എനിക്ക് പകർന്നു തന്നത് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നു. അത്രയ്ക്കും പവർഫുൾ ആയത്. ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നെന്ന് വെച്ചാല്, ഇത് നോർമലി ചെയ്യുന്ന മാതിരി ഇരുന്നാല് ഒരു ഗുരുവിന്റെ ആശീർവാദം വാങ്ങിയിട്ട് ചെയ്യണം എന്ന മാതിരിയാണ് ഇത് ഇരുന്നത്. എന്നാല് ഗുരുവോടെ ആശീർവാദം ഇല്ലാതെയും ഇത് ചെയ്യാൻ പറ്റും. അത് എപ്പോഴെന്ന് വെച്ചാല് പഞ്ചമി തിഥിയില്. ശരിയാ? അല്ലാത്ത സമയത്ത് ചെയ്യുന്നവര് ബ്രഹ്മമുഹൂർത്ത നേരത്ത് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? ബ്രഹ്മമുഹൂർത്ത നേരത്തും രാത്രി കാലങ്ങളിലും പഞ്ചമി തിഥിയിലും മുഴുനീളയും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഏത് ടൈമിങ്സ് എന്ന് നോക്കിയാല്, ബ്രഹ്മമുഹൂർത്ത നേരത്ത് ചെയ്യുന്നവരാണെങ്കിൽ രാവിലെ 3:45 to 4:45 5-നുള്ളിൽ ചെയ്തോളുക. പഞ്ചമി തിഥി ആണെങ്കിൽ എപ്പോ വേണമെങ്കിലും, തിഥി തീരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ രാത്രി കാലങ്ങളിൽ ചെയ്യുന്നവരാണ്, വേറെയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നവരാണ് എങ്കിൽ രാത്രി 7 മണിക്കും 11 മണിക്കും ഇടയ്ക്കുള്ള സമയത്തിന് ചെയ്തോളുക. ഇതിനു വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 10 minutes മാത്രം മതി. 10 നിമിഷം മതി. അതിൽ കൂടുതൽ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എന്നാൽ പൂജ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. പൂജ ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ, അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന മാതിരി ചെയ്യാവുന്നതാണ്. വരാഹി അമ്മനെ നനച്ച് മനസ്സിൽ കരുതി ഒരു 10 നിമിഷം നിങ്ങൾ ഇതിനു വേണ്ടി വിനിയോഗിച്ചോളുക. മാനസികമായിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നടക്കണമോ അതെല്ലാം അമ്മയുടെ കാലടിയിലെ, അമ്മയുടെ പാദത്തിനടിയിലേക്ക് നിങ്ങൾ വെച്ചോളുക. നിങ്ങളൊരു 10 നിമിഷം അമേദിയ ഉക്കാന്നിട്ട് ഈ മന്ത്രത്തെ മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി. ദീപം വെച്ച് ചൊല്ലിയേ മതിയാവൂ എന്നുള്ളവർക്ക് ആവാം. ഇല്ല, അതും എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് മനസ്സ് കേന്ദ്രീകരിച്ചിരുന്ന് ഈ മന്ത്രം ചൊല്ലിക്കൊള്ളുക. അതുപോലെ ഞാൻ പറഞ്ഞത് ഓർത്ത് വെച്ചോളുക. വെറും 10 നിമിഷം മാത്രം നിങ്ങൾ ഇതിനു വേണ്ടി ചൊല്ലിയാൽ മതി. അതിൽ കൂടുതൽ ചൊല്ലേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഞാൻ ടൈമിങ്സ് ഒക്കെ പറഞ്ഞു. ബ്രഹ്മമുഹൂർത്ത നേരം, പഞ്ചമി തിഥി ആണെങ്കിൽ ഫുൾ തിഥി ഏതുവരെ ഇരിക്കുന്നോ അതുവരെ നിങ്ങൾക്ക് ആ സമയം യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലാച്ചാല് രാത്രി സമയത്ത്. ശരിയാ? ഇപ്പോ മന്ത്രം എഴുതി കാണിക്കുന്നുണ്ട്, നോക്കിക്കോളൂ. ഓം
ശ്രീം ഹ്രീം ക്ലീം ഐം വജ്രതുംഗ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ക്ലീം ഓം വാരാഹി നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം വജ്രതുംഗ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ക്ലീം ഓം വാരാഹി നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം വജ്രതുംഗ പ്രസീദ പ്രസീദ ശ്രീം ഹ്രീം ക്ലീം ഓം വാരാഹി നമഃ. ഇത് വന്നിട്ട് ബീജമന്ത്രത്താൽ பயன்படுத்தപ്പെട്ട ഒരു മന്ത്രം. ഇതെല്ലാമേ വന്നിട്ട് ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ബീജമന്ത്രങ്ങള്. ഈ മന്ത്രത്തെ ഒരു 10 നിമിഷ നേരം നിങ്ങൾ ചൊല്ലിയാൽ മാത്രം മതി. നിറയെ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് വന്നിട്ട് വിജയം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കൈകളിൽ കൊണ്ടെത്തിച്ചു തരും. ഒരു ഇൻസ്റ്റന്റ് സൊല്യൂഷൻ ആയിട്ട് വിജയം നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാ? ഇപ്പോ രാവിലെ നേരത്തിലെല്ലാം എനിക്ക് എഴുന്നേറ്റ് ചെയ്യാൻ പറ്റില്ല ബ്രഹ്മമുഹൂർത്തത്തില്. അങ്ങനെ വിചാരിക്കുന്നവര് രാത്രി 7 മണിക്ക് മേലെ 11 മണിക്ക് ഇടയ്ക്കുള്ള സമയത്തിന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് 10 മിനിറ്റ്സ് മാത്രം മതി. ഈ ടൈമിങ്സിൽ നിങ്ങൾ ഒരു 10 നിമിഷം ഇതിനു വേണ്ടി മാറ്റി വെച്ചോളുക. ഇനി വീഡിയോ കാണുന്നവർക്ക് ഒരു ചില ഡൗട്ട് വരാം, പഞ്ചമിതിയിൽ മാത്രമേ ഡേ ടൈം ചൊല്ലാൻ പാടുള്ളൂ എന്ന്. അതെ, ഇത് ഒരു ചില നിയമങ്ങൾ ഇരിക്കുന്നുണ്ട് ഒരു ചില മന്ത്രത്തിന് വന്നിട്ട്. ഇത് വന്നിട്ട് ശുദ്ധമായിട്ട് നോൺ വെജ് കഴിക്കാതെ പീരീഡ്സ് ടൈം ഇല്ലാതെ തന്നെ നമ്മളിത് ചെയ്യണം. അതിനാലെ ആ ടൈമിങ്സ് കറക്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്തോളുക. വേറൊന്ന്, ഈ ടൈമിങ്ങിൽ തന്നെ ചെയ്യണമെന്നൊരു വിധി ഇതിനിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിങ്സ് പറയുന്നത്, മറന്നു പോവാതിരിക്കുക. നൈറ്റ് ടൈമിംഗ് നോട്ട് ചെയ്തോളുക, അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത ടൈമും നോട്ട് ചെയ്തോളുക. ഒരു 10 നിമിഷം അത് മാത്രം മതി. ഒരു 10 നിമിഷം നിങ്ങൾ എന്ത് കാര്യമാണോ നടക്കേണ്ടത് അത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളുക. അത്രേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കമ്പൽസറി ഇതിന് റൂൾ ഇരിക്കുന്നുണ്ട്. വീഡിയോ കാണുന്നവർക്ക് ഏതെങ്കിലും ഒരു വകയില് പെട്ടെന്ന് തന്നെ ഞാൻ ചോദിക്കുന്ന കാര്യം നടക്കണം, അത്രയ്ക്ക് ഒരു പ്രശ്നത്തിലാണ് ഞാൻ ഇരിക്കുന്നു എന്നുള്ളവര് ആവശ്യം ഇത് ചെയ്തോളുക. ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾ പഞ്ചമിയിൽ മാത്രം യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല. ഈ പഞ്ചമി വന്നിട്ട് നമുക്ക് നവരാത്രിയിൽ കിട്ടിയിരിക്കുന്ന പഞ്ചമിയാണ് ഒത്തിരി പവർഫുൾ ആയത്. ഇത് വന്നിട്ട് ചൈത്ര പഞ്ചമി എന്നാണ് പറയുന്നത്. ചൈത്ര നവരാത്രിയിൽ നമുക്ക് കിട്ടിയതിനാലെ ഇതിന് നമ്മൾ ചൈത്ര പഞ്ചമി എന്നാണ് ഈ പഞ്ചമിയെ പറയുന്നത്. സോ ദേവികളെ കൊണ്ടാടേണ്ട ഒരു പെർട്ടിക്കുലർ നാളാണ്. അതിനാലെ നമ്മൾ വാരാഹി അമ്മനെ എന്ത് കൊടുത്ത് കൊണ്ടാടി കേൾക്കുതോ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അമ്മ നടത്തി തരും. സാധാരണ അമ്മ ഈ ടൈമിൽ നമ്മൾ കേട്ടാലേ നമുക്ക് തരും. ബട്ട് ഇത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവും ചൊല്ലി കേട്ടാൽ വരാഹിയമ്മൻ നമുക്ക് പെട്ടെന്ന് തന്നെ കൈ കൊടുക്കും. അപ്പോൾ 2 ടൈമും നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഞാൻ പറഞ്ഞതുപോലെ പഞ്ചമിയിൽ മാത്രം ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നത്തിലിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് തുടർന്ന് ചെയ്യാവുന്നതാണ്. ഒരു 7 ഡേയ്സ്, ഒരു 11 ഡേയ്സ് അങ്ങനെ കണക്കാക്കി നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഡേയ്സ് കണക്കാക്കി നിങ്ങൾക്ക് വേണ്ടിക്ക് വെച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ തുടർന്ന് ചെയ്യുന്നവരാണെങ്കിൽ ബ്രഹ്മമുഹൂർത്ത നേരത്തിന് അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ചെയ്തോളുക. ഒന്നിൽ രാവിലെ ചെയ്തോളുക, അല്ലെങ്കിൽ രാത്രി ചെയ്തോളുക. റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഇരിപ്പുണ്ട്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രം ചെയ്തോളുക. ഇത് ചെയ്തു വന്ന് നോക്കൂ. ഈ മന്ത്രത്തിന്റെ മഹിമ നമുക്ക് വിജയത്തെ കൊടുക്കും. അതും ഇമ്മീഡിയറ്റ്ലി കൊടുക്കും. ഇരിക്കുന്ന ഇടത്തിലിരുന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കக்கூடிய കഴിവ് ഈ മന്ത്രത്തിന് ഇരിക്കുന്നുണ്ട്. വേറൊന്ന്, ഇത് பயன்படுത്താൻ, ഇത് യൂസ് ചെയ്യാനായിട്ട് വരാഹിയമ്മയുടെ അരുൾ ഇരുന്നാൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതിനാല് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വകയിൽ ഇത് യൂസ് ആവും. സോ തീർച്ചയായും നിങ്ങളിത് നന്നായിട്ട് വിനിയോഗിച്ചോളുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീഡിയോ പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. ഇനി ഒരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.